അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുഎസിന്റെ പാരമ്പര്യത്തിൽ നിന്നുമുള്ള പ്രകടമായ ചുവടുമാറ്റമാണ് ട്രംപിന്റേതെന്നും മുൻപൊരിക്കലും ഒരു യുഎസ് പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും താൽപ്പര്യമില്ലെങ്കിൽ വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഡൽഹിയിൽ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് ജയശങ്കർ. അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങളോട് ട്രംപ് പെരുമാറുന്നത്. സ്വന്തം രാജ്യത്തോടുള്ള ഇടപെടൽ പോലും ഇത്തരത്തിലുള്ളതാണ്. പല നയങ്ങളും പൊതുവേദിയിലാണ് ട്രംപ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ബന്ധപ്പെട്ട കക്ഷികളെ പോലും അറിയിക്കുന്നത്. We have not had a US president who's conducted foreign policy as publicly as the current one. That itself is a departure. That's not limited to India. ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ബിസിനസ് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുന്നത് തമാശയാണെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് US. എന്നാൽ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് അമേരിക്കയ്ക്ക് ആ സമീപനമല്ല. റഷ്യയുടെ LNG ഇപ്പോഴും ഏറ്റവും അധികം വാങ്ങുന്ന യൂറോപ്യൻ യൂണിയനെതിരെയും അമേരിക്ക മിണ്ടുന്നില്ല. When people say we are funding the war or putting money in the coffers of Putin, India-European Union trade is bigger than India-Russia trade. So is American money not, European money not putting money into Putin's coffers? ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത്. ആരും അതിനായി നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. Look, it's funny you have people who work for a pro-business American administration accusing other people of doing business. Okay, that's really curious. But here's the point: if you have a problem buying oil from India, oil or refined products, don't buy it. Nobody forced you to buy it. But Europe buys, America buys. So you don't like it, don't buy it. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാനാവില്ല. കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. We have red lines. Red lines are primarily the interests of our farmers and to some extent of our small producers. We as a government are committed to defend the interests of our farmers and our small producers. We are very determined on that. That's not something which we can compromise on. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.